Good morning. As we know, Zlateh and Aaron were inside the haystack. They were waiting for the snowfall to be finished. So this is the last paragraph in the page number 44. The snow fell for 3 days. Though after the first day it was not as thick and the wind quieted down. So this is a third day inside the haystack, and the snowfall has become lessened. The wind quieted down. ആദ്യത്തെ ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് മഞ്ഞ് വീഴ്ചയും അതുപോലെ കാറ്റിൻ്റെ ഒക്കെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സംടൈംസ് ആരോൺ ഫെൽറ്റ് ദാറ്റ് ദർ കുഡ് നെവർ ഹാവ് ബീൻ എ സമ്മർ. ചില സമയത്ത് ആരോണിന് സമ്മർ ഒരിക്കലും ഇല്ല എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ദാറ്റ് ദ സ്നോ ഹാഡ് ഓൾവേസ് ഫാളൻ. മുഴുവൻ സമയത്ത് മഞ്ഞ് വീഴ്ചയാണ് എന്ന ഫീലിംഗ് എവർ സിൻസ് ഹീ കുഡ് റിമെമ്പർ. ഈ 3 ദിവസം ഇതിൻ്റെ ഉള്ളിൽ നിന്നപ്പോഴേക്കും അവൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ മുഴുവൻ സമയത്തും മഞ്ഞ് വീഴ്ചയാണ് എന്നൊരു ഫീലിംഗ് അവന് തോന്നുന്നു. ആരോൺ ഹാഡ് നെവർ എ ഫാദർ ഓർ മദർ ഓർ സിസ്റ്റേഴ്സ്. ഇവൻ അമ്മയോ അച്ഛനോ സിസ്റ്റേഴ്സോ ഇല്ല എന്ന് പോലും തോന്നുന്നു. കാരണം 3 ദിവസം അവൻ ആ ഒരു ഹെയർസ്റ്റാക്കിൻ്റെ ഉള്ളിൽ നിന്നതോടുകൂടി തന്നെ അവൻ്റെ ജീവിതം മുഴുവൻ അവിടെയായിരുന്നു ചിലവഴിച്ചത് എന്നൊരു ഫീലിംഗ് അവനുണ്ടാകുന്നു. ഹി വാസ് എ സ്നോ ചൈൽഡ്. ഹി വാസ് ബോൺ ഓഫ് സ്നോ ആൻഡ് സോ വാസ് സ്ലേറ്റെ. അവനും സ്ലേറ്റയും മഞ്ഞിന് ജനിച്ചതാണ് എന്നൊരു തോന്നൽ മറ്റാരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവൻ അങ്ങനെ തോന്നുന്നു. It was so quiet in the air that his ears rang in the stillness. വളരെ ശാന്തമാണ് ഹെയർസ്റ്റാക്കിൻ്റെ ഉള്ളിൽ. ആരോൺ ആൻഡ് സ്ലേറ്റെ സ്ലെപ്റ്റ് ഓൾ നൈറ്റ്. ആ ഒരു രാത്രി സമയം മുഴുവൻ അവർ കിടന്നുറങ്ങുന്നു. ആൻഡ് എ ഗുഡ് പാർട്ട് ഓഫ് ദ ഡേ. മാത്രമല്ല പകൽ സമയത്തിൻ്റെ ഒരു വലിയ ഭാഗവും അവർ കിടന്നുറങ്ങുന്നു. They have nothing to do inside this haystack, so they were sleeping all the time. As for Aaron's dreams, they were all about warm weather. He dreamed of a green field, trees covered with blossoms, clear brooks and singing birds. അങ്ങനെയാണ് ആരോൺ ഹാഡ് എ ഡ്രീം, ഒരു സ്വപ്നം. അവർ വൈകാതെ വാം വെതറിലേക്ക്, ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മാറുന്നു അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്ന് തോന്നിക്കുന്ന ഒരു സ്വപ്നം കാണുന്നു. എന്താ സ്വപ്നം കണ്ടത്? ഹി ഡ്രീംഡ് ഓഫ് ഗ്രീൻ ഫീൽഡ്സ്, ട്രീസ് കവേർഡ് വിത്ത് ബ്ലോസംസ്. നല്ല പച്ച മരങ്ങളും പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന മരങ്ങൾ, പച്ച പാടങ്ങൾ, ദെൻ ക്ലിയർ ബ്രൂക്സ് ആൻഡ് സിംഗിങ് ബേർഡ്സ്. ഇങ്ങനെയുള്ള അരുവികളും അതുപോലെ തന്നെ പാട്ട് പാടുന്ന പക്ഷികൾ, ഇവരൊക്കെ ഇവൻ സ്വപ്നം കാണുന്നു. ബൈ ദ തേർഡ് നൈറ്റ് ദ സ്നോ ഹാഡ് സ്റ്റോപ്ഡ്. സോ ആരോൺ റിയലൈസ്ഡ് ദാറ്റ് ബൈ ദ തേർഡ് നൈറ്റ് ദ സ്നോഫോൾ ഹാഡ് സ്റ്റോപ്ഡ്. മഞ്ഞ് വീഴ്ച അവസാനിച്ചിട്ടുണ്ട്. ബട്ട് ആരോൺ ഡിഡ് നോട്ട് ഡെയർ ടു ഫൈൻഡ് ഹിസ് വേ ഹോം ഇൻ ദ ഡാർക്ക്നെസ്. ബട്ട് ഹി വാസ് നോട്ട് ഡെയർ ടു ഫൈൻഡ് ഹിസ് വേ ഹോം ഇൻ ദ ഡാർക്ക്നെസ്. It was night and he was afraid of going home at night. The sky became clear and the moon shone. ആകാശമൊക്കെ ക്ലിയർ ആയിട്ട് നല്ല തെളിഞ്ഞ ആകാശമാണ്. നല്ല മൂൺ, നമ്മുടെ ചന്ദ്രൻ തിളങ്ങുന്നത് കാണുന്നുണ്ട്. കാസ്റ്റിംഗ് സിൽവറി നെറ്റ്സ് ഓൺ ദ സ്നോ. നല്ല സിൽവർ കളറുള്ള നെറ്റുകൾ സ്നോയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തിളങ്ങുന്നുണ്ട്. ആരോൺ ഡഗ് ഹിസ് വേ ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ വേൾഡ്. സോ ഹി ജസ്റ്റ് വെൻറ്റ് ഔട്ട് ഓഫ് ദ haystack and looked into the world. It was all white, quiet, dreams of heavenly splendor. പുറത്ത് നല്ല വെള്ള നിറം, ശാന്തമാണ്. നല്ല സ്വർഗീയമായ പ്രഭ പുറത്ത് കാണുന്ന, സ്വപ്നങ്ങളിൽ കാണുന്ന പോലത്തെ. The stars were large and close. The moon swam in the sky as in the sea. കടലിൽ നീന്തുന്ന പോലെ ആകാശത്ത്
ചന്ദ്രൻ നീന്തുന്നത് പോലെ ഇവന് ഫീൽ ചെയ്തു. On the morning of the fourth day, Aaron heard the ringing of sleigh bells. So in the next day, that means the fourth day morning, he heard a ringing of sleigh bells. ഈ നായകളൊക്കെ മഞ്ഞിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയാണ് സ്ലീ. അതിൻ്റെ ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. The haystack was not far from the road. So he understood that the haystack was near to the road. അത്ര തന്നെ ദൂരെ അല്ല റോട്ടിൽ നിന്ന് മനസ്സിലായി. The person who drove the sleigh pointed out the way to him, not to the town and fuel the butcher, but home to the village. അങ്ങനെ ആ വണ്ടിയിൽ വന്നിരുന്ന കർഷകൻ അവന് വഴി കാണിച്ചു കൊടുത്തു. പക്ഷെ കാണിച്ചു കൊടുത്ത വഴി ഇറ്റ് വാസ് നോട്ട് ടു ദ ബുച്ചർ അടുത്തേക്കുള്ള വഴിയായിരുന്നില്ല, ബട്ട് ഹോം ടു ദ വില്ലേജ്. ഗ്രാമത്തിലുള്ള ആ ഒരു വീട്ടിലേക്കുള്ള അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് അവൻ ചോദിച്ചറിഞ്ഞ് പോയത്. Aaron had decided in the haystack that he would never part with Zlateh. So when he was inside this haystack, he decided that he would never part with Zlateh. He would never give up Zlateh. Zlateh ഒരിക്കലും ഉപേക്ഷിക്കില്ല, അവനെ വിട്ടുകൊടുക്കില്ല, അവനെ വിട്ടു പോവില്ല എന്ന് ഇവൻ ഹേസ്റ്റാക്കിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. Aaron's family and their neighbors had searched for the boy and the goat, but had found no trace them during the storm. So the parents and family of Aaron, they were searching for the boy and the goat because it was snowing strong, so they couldn't trace him. They feared they were lost. So the family and friends, the relatives, the neighbors, they were afraid that because the boy had lost his way. Aaron's mother and the sisters cried for him. His father remained silent and gloomy. So his family members were crying for him because they thought that Aaron is no more, because they couldn't trace him anywhere. Suddenly one of the neighbors came running. So one of the neighbors, he was coming running and to the house with the news that Aaron and Zlateh were coming up the road. So the neighbor brought a good news that Aaron, he was coming with the goat on the road. There was a great joy in the family. So everyone was happy. Aaron told them that how he had found the stack of hay and how Zlateh had fed him with her milk. So he described all the story to them, that he stayed in the stack of hay and Zlateh gave him her milk. Aaron's sister kissed and hugged Zlateh and gave her a special treat of chopped carrots and potato peels, with Zlateh gobbled up hungrily. അങ്ങനെ ഇത് കേട്ടപ്പം ആരോണിൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവർ സ്ലാറ്റയെ വന്നിട്ട് ഹഗ് ചെയ്തു. ദെൻ ഗേവ് എ സ്പെഷ്യൽ ട്രീറ്റ്. ഒരു സന്തോഷം കൊണ്ട് നല്ല കഷ്ണങ്ങളാക്കിയ ക്യാരറ്റും പൊട്ടാറ്റോ പീൽസ്, പൊട്ടാറ്റോയുടെ തൊലിയും മറ്റും സ്ലാറ്റോ കൊടുത്തു. സ്ലാറ്റ അത് ആർത്തിയോടുകൂടി കഴിച്ചു. Nobody ever again thought of selling Zlateh. So the father decided not to sell the Zlateh. വിൽക്കണ്ട എന്ന് തീരുമാനിച്ചു. And now that the cold weather had finally set it, the villagers needed the service of Reuben the farrier once again. അങ്ങനെ ഗ്രാമത്തിൽ മുഴുവൻ മഞ്ഞ് വീണത് കാരണം ഈ ഫെറിയർ ആയിട്ടിരിക്കുന്ന റൂവൻ്റെ സേവനം ഗ്രാമവാസികൾക്കൊക്കെ ആവശ്യം വന്നു. When Hanukkah came, Aaron's mother was able to fry pancakes every evening. ഹനൂക്ക വന്ന സമയത്ത് അച്ഛന് ജോലിയുണ്ട്, പണമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം പാൻ കേക്ക് ഉണ്ടാക്കാൻ അമ്മക്ക് സാധിച്ചു. Zlateh got her own portion too. സ്ലേറ്റക്കും അവളുടെ പ്രത്യേക പോർഷൻ കിട്ടി. Even though Zlateh had her own pen, she often came to kitchen, knocking on the door with her arms to indicate that she was ready to visit, and she was always admitted.
അങ്ങനെ ഇവൾക്ക് ഇവളുടേതായ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും, ഇവളുടെ കൂടുണ്ടെങ്കിൽ പോലും, ഇവൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വന്ന് ഡോറിൽ അവളുടെ കൊമ്പ് കൊണ്ട് അവൾ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മുട്ടി അവൾ അകത്തേക്ക് പ്രവേശിക്കും. അവൾ എപ്പോഴും അകത്തേക്ക് സ്വീകരിക്കുമായിരുന്നു. In the evening, Aaron, Miriam and Anna played dreidel. വൈകുന്നേരം ഈ മക്കളൊക്കെ കൂടെ ഡ്രൈഡൽ കളിക്കുമായിരുന്നു. ഡ്രൈഡൽ നമ്മൾ ഡൈസ് കളിക്കുന്ന പോലെ എറിഞ്ഞ് കളിക്കുന്ന ഒരു സാധനമാണ്, ഒരു ഗെയിമാണ്. സോ Zlateh sat near the stove watching the children and flickering of the Hanukkah candles. അങ്ങനെ Zlateh സ്റ്റവിൻ്റെ അടുത്ത് ഇരിക്കും, കുട്ടികൾ കളിക്കുന്നതും അതുപോലെ ഈ ഹനൂക്ക കാൻഡിൽസ് ഇങ്ങനെ മിന്നി മറിയുന്നതും നോക്കിക്കൊണ്ട് അവിടെ അവരുടെ കൂടെ ഇരിക്കും. Once in a while, Aaron would ask her, Zlateh, do you remember the 3 days we spent together? ഇടയ്ക്കിടയ്ക്ക് സ്ലാറ്റയോട് ചോദിക്കും ആരോൺ, do you remember the 3 days we spent together? And Zlateh would scratch her neck with a horn, shake her white beard head, and come out with a single sound which expressed all her thought and all her love. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവളുടെ നെക്ക് ഹോണ് കൊണ്ട് ചൊറിഞ്ഞ്, കൊമ്പ് കൊണ്ടൊക്കെ ചൊറിഞ്ഞ്, അവിടെ തലയൊക്കെ അവളുടെ താടിയൊക്കെ കുലുക്കി, എന്നിട്ട് അവൾക്ക് അറിയാവുന്ന ആ ഒരൊറ്റ സിംഗിൾ സൗണ്ട് പുറപ്പെടുവിക്കും. അതിന് അർത്ഥം നമുക്കറിയാം, അവളുടെ സ്നേഹം കാണിച്ചു കൊണ്ടുള്ള ആ ശബ്ദം അവൾ പുറപ്പെടുവിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് Zlateh the goat. Okay, thank you.